കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തി കടന്നു വരുന്നത്. കൗൺസിലിങ്ങിനായിട്ട് കടന്നു വരുന്നതാണ്. അദ്ദേഹത്തിന് ചുറ്റും പ്രശ്നങ്ങളാണ്, അദ്ദേഹത്തിന് കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളാണ്, എന്ത് ചെയ്യണമെന്ന് പിടിയില്ല. സംഭവം എന്താണ്? അദ്ദേഹത്തിൻ്റെ മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ നിമിത്തം അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു കൗൺസിലിങ്ങിന് വരുന്നത്. പ്രശ്നങ്ങൾ മാറ്റാനാണോ നമുക്ക് സാധിക്കുന്നു? പ്രശ്നങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വരില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ എപ്പോഴും ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ വേറെ ഒന്ന് വരുന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം വൈകാരികമായി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യമാണ് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ചുറ്റുമുള്ളതും പ്രശ്നങ്ങളെ അല്ലാതായി തീർന്നുള്ള, അദ്ദേഹത്തിന് അതിനെ അതിജീവിക്കാനും പ്രശ്നത്തെ നേരിടാനും അദ്ദേഹത്തിനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുള്ളിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: പ്രശ്നങ്ങളല്ല നമ്മൾ മാറ്റേണ്ടത്, തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൻ്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്രശ്നങ്ങളെ അടിച്ചു തെറിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത്. അത് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം വരും, അപ്പോഴും നമ്മൾ അതിനെ നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്രശ്നങ്ങൾ എത്ര സങ്കീർണമായിക്കോട്ടെ, അത് പെർമനൻ്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ മനസ്സിൻ്റെ ശക്തി, സുസ്ഥിതി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണമെന്നുള്ള ഫ്രണ്ട്സിൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.